കേരളത്തിൽ ബി.ജെ.പിയുടെ വളർച്ച തടയാൻ CPM-ന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് പോകുമ്പോൾ പൊതുപരിപാടിയിലും അതോടൊപ്പം തന്നെ ക്ഷേത്ര ഉത്സവങ്ങളിലെല്ലാം സജീവമാകാനാണ് CPM നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അങ്ങനെ CPM പ്രവർത്തകർ ഇത് അനുസരിക്കുകയാണെങ്കിൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക? 1980-കളിലാണ് ഇതിനു മുമ്പ് ഇത്തരത്തിൽ വലിയ ചർച്ച രാജ്യത്ത് നടന്നത്. രാജ്യത്ത് മീൻസ് ഈ നമ്മുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരുടെ ഇടയിലും സമ്മേളനത്തിലൊക്കെ. അന്ന് ബംഗാളിൽ ത്രിപുരയിലുമൊക്കെ ഭരണമുണ്ട്. ഇന്ത്യയിലെ പല സ്റ്റേറ്റിലും പാർട്ടി സജീവമാണ്. MLA-മാരുണ്ട്. അല്ലെങ്കിൽ പാർട്ടി എല്ലാ സ്റ്റേറ്റുകളിലും പാർട്ടിക്ക് ഘടകങ്ങളുണ്ട്. വളരെ കുറച്ച് സ്റ്റേറ്റ് ഒഴിച്ച് ബാക്കിയുള്ളത് പാർട്ടിക്ക് ഘടകങ്ങളും കമ്മിറ്റികളുണ്ട്. പ്രധാനപ്പെട്ട ഒരു പാർട്ടിയായിരുന്നു 80-കളിൽ. അപ്പോൾ ആ സമയത്ത് വലിയ ചർച്ച നടന്നിട്ടുണ്ട്. അന്ന് ഞാൻ പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഉള്ള ആളാണ്. SFIയുടെയൊക്കെ നേതാവായിട്ട് നിൽക്കുന്ന ആളാണ്. അപ്പോൾ ഞങ്ങളെ കമ്മിറ്റിയിലുമൊക്കെ ഈ ചർച്ച വന്നിട്ടുണ്ട്. അപ്പോൾ അമ്പല കമ്മിറ്റിയിൽ, ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള അമ്പല കമ്മിറ്റിയിൽ RSSകാരും BJP-കാരും ഒക്കെ അമ്പല കമ്മിറ്റി, അന്ന് BJP അല്ല ശരിക്കും RSSകാർ സംഘം. കാരണം അന്ന് ഈ അമ്പലങ്ങൾ കേന്ദ്രീകരിച്ചാണ് പലപ്പോഴും അവർ ഈ ശാഖാപ്രവർത്തനമൊക്കെ നടത്തുന്നത്. അപ്പോൾ അമ്പലത്തിൽ അത് നടത്താതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്നുമൊക്കെ പറഞ്ഞിട്ട് അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ കമ്മിറ്റിയിലൊക്കെ എല്ലാവരും കയറി പറ്റുന്ന രീതി ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ അതങ്ങ് പോയി, സജീവമല്ലാതെ പോയി. പിന്നെ ഗുരുദേവൻ ഒരു കാലഘട്ടത്തിൽ ഗുരുദേവനെ നിഷേധിച്ചിരുന്നു. ഗുരുദേവൻ ശരിയല്ല, EMS അടക്കം പറഞ്ഞിട്ടുണ്ട് ഗുരുദേവൻ ശരിയല്ല. ഗുരുദേവനെയും പിന്നെ ആദിശങ്കരനെയൊക്കെ വളരെ മോശമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ശിവനെ വച്ചതുകൊണ്ട് എന്ത് നേടാൻ എന്നൊക്കെ ചോദിച്ച് വളരെ മോശമായി പറഞ്ഞിട്ടുണ്ട്. ഗുരുദേവൻ്റെ വിഗ്രഹത്തെ മോശമാക്കിയിട്ടുണ്ട്. അന്ന് ഗുരുദേവൻ്റെ ഘോഷയാത്രയൊക്കെ നടക്കുമ്പോൾ 10-5 പേരൊക്കെയാണ് പങ്കെടുക്കുന്നത്. വേറെ ആരും പങ്കെടുക്കത്തുപോലുമില്ല. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് ഗുരുദേവനെ ആദരിക്കാൻ തുടങ്ങി, ഗുരുദേവ മൂല്യങ്ങളെ ആദരിക്കാൻ തുടങ്ങി, ശിവഗിരിയിൽ പോകാൻ തുടങ്ങി. ഇപ്പോൾ വന്ന് ഇപ്പോൾ അവസാനം എടുക്കുന്നൊരു തീരുമാനമാണ്, രാഷ്ട്രീയ കരട് ചർച്ചയിൽ വരുന്ന തീരുമാനമുണ്ടത്. പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയുടെ അടുത്ത പാർട്ടി കോൺഗ്രസിൻ്റെ ചർച്ചയിൽ വരുന്നതാണ് ഉത്സവ കമ്മിറ്റികളിൽ എന്ത് ചെയ്യുക, കൂടി കയറി പറ്റുക. ഉത്സവ കമ്മിറ്റികളിൽ കൂടി അതും കൂടി പിടിച്ചെടുക്കാൻ പറ്റുന്നിടത്തും പിടിച്ചെടുക്കാൻ നല്ല അർത്ഥത്തിൽ പറഞ്ഞാൽ, അല്ലാതെ അക്രമത്തിലൂടെയല്ല. അത് കമ്മിറ്റികളിൽ നുഴഞ്ഞു കയറുക, കമ്മിറ്റികളിൽ നുഴഞ്ഞു കയറുക, പിന്നെ മറ്റേ ഉത്സവങ്ങൾ നടത്തുക, ഇതിലേക്ക് വരികയാണ്. അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്, ഈ പാർട്ടിക്കകത്ത് വേറൊരു വിഭാഗം ആളുകളുണ്ട്. മാർക്സിസം ലെനിനിസം എന്ന് പറയുന്ന ഒരു ആശയത്തിൽ വിശ്വസിച്ച് വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് പറയുന്ന ഒരു വിശ്വാസ പ്രമാണത്തിൽ വന്നുകൊണ്ടാണല്ലോ ആളുകൾ ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ആളുകൾ ഇനി എങ്ങോട്ട് പോകും? അപ്പോൾ ഇതിൻ്റെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പേരും വെച്ചിട്ട് അമ്പല കമ്മിറ്റിയിലും അതുപോലെ പള്ളി കമ്മിറ്റിയിലും ജമാഅത്ത് കമ്മിറ്റിയിലും ഒക്കെ കയറി, അല്ല മറ്റേ ക്രിസ്ത്യൻ പള്ളി കമ്മിറ്റിയിലൊക്കെ കയറി പ്രവർത്തിച്ച് തുടങ്ങിയാൽ ഇത് എങ്ങോട്ട് പോകും? അപ്പോൾ ഇതുമായിട്ട് എന്ത് ബന്ധം? അല്ല, പാർട്ടി ദൈവമില്ലെന്ന് വിശ്വസിക്കും. ദൈവമില്ല എന്ന് അതാ ഞാൻ ഇത് പറഞ്ഞാൽ കറക്റ്റ്. ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നു, വരുത്താൻ ഈ ഇടയ്ക്ക് തന്നെ ഇപ്പോൾ ഈ ഇടയ്ക്ക് തന്നെ സംസ്ഥാന സെക്രട്ടറിയും പിന്നെ മുഖ്യമന്ത്രിയൊക്കെ പറഞ്ഞല്ലോ അശ്ലീലമാണെന്ന്. ഏത്? സനാതനധർമ്മം അശ്ലീലമാണ്, അമ്പലം കൊള്ളാവോ? അതങ്ങനെ ശരിയാവുന്നത്. അപ്പോൾ അമ്പല കമ്മിറ്റിയിൽ കയറി പറ്റുക, അതിനെ അവിടെ. അപ്പോൾ എന്താണ് ഈ രാഷ്ട്രീയം? എന്താണ് തത്വാധിഷ്ഠിത നിലപാട്? എന്താണ് കാഴ്ചപ്പാട്? അപ്പം വായിൽ വരുന്ന കോതയ്ക്ക് പാട്ട് അപ്പം കാണുന്നത് അപ്പാന്ന് വിളിച്ചുള്ള പരിപാടികളല്ലേ. അപ്പോൾ എന്താണ് സംവിധാനം? അതിനനുസരിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ടല്ലോ. ഉണ്ടായല്ലോ, മുസ്ലിം പ്രീണനവും മറ്റുള്ള ഉണ്ടായി. അതുപോലെ ശബരിമല വിഷയത്തിൽ, ശബരിമലയുടെ കാലത്ത് ശബരിമലയിൽ ഈ സ്ത്രീകളെ കയറ്റുന്നതുമായി ബന്ധപ്പെടുത്തി വിഷയം വന്നതിന് ശേഷം വന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 19 സീറ്റ്, അപ്പോഴാണ് ആദ്യം പോകുന്നത്, 19 സീറ്റും പോയില്ലേ. അപ്പോൾ പിന്നെ എല്ലാ വീടുകളിലൊക്കെ പോയി പറഞ്ഞ് ഞങ്ങൾ വിശ്വാസികളുടെ കൂടെയാണെന്ന് പറഞ്ഞു. അതങ്ങനെ പറ്റുന്നതന്നെ. എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വിശ്വാസികളുടെ കൂടെ ആവാൻ പറ്റുന്നത്? വിശ്വാസ പ്രമാണങ്ങൾക്കെതിരാണ് ഈ കമ്മ്യൂണിസ്റ്റ് ആശയ തത്വങ്ങൾ. അപ്പോൾ അതെന്ത് പറയണം? തീർച്ചയായിട്ടും പറയണം, ഞങ്ങൾ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്നവരാണ്, ദൈവമില്ല, ഈ സനാതനധർമ്മം എന്നൊക്കെ പറയുന്ന തട്ടിപ്പാണ്, ഇതൊന്നുമില്ല. നിങ്ങൾ പിന്നെ എന്തിൽ വിശ്വസിക്കുക? ഭൗതികമായ ജീവിതത്തിൽ വിശ്വസിക്കുക, അതാണ് പ്രധാനം എന്ന് പ്രചരിപ്പിക്കണ്ടേ? നാം എന്തെല്ലാം പറയുമ്പോഴും കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി CPM ആണല്ലോ. ആണ്, അതുകൊണ്ട് കൂടെ ആയിരിക്കാം ഇതിന് ആളുകൾ തൊഴിഞ്ഞു പോകണം. അപ്പോൾ പിന്നെ അവർ അമ്പലത്തിൽ പോവുകയാണെങ്കിൽ ഇപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി നടത്തുന്നു, ശ്രീകൃഷ്ണ ജയന്തി നടത്തുകയാണ് CPM-ൻ്റെ നേതൃത്വത്തിൽ. മനസ്സിലായി? അപ്പോൾ എന്താണ് പറയുന്നത്? ഒരു വശത്ത് ഗണപതി മിത്താണെന്ന് പറഞ്ഞു, കുറച്ച് ദിവസം മുമ്പ് സ്പീക്കർ പറഞ്ഞു ഗണപതി മിത്താണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് പറയും ഗണപതി ക്ഷേത്രങ്ങളിലൊക്കെ? അപ്പോൾ ഇത് ഭയങ്കര കൺഫ്യൂഷനാണ് CPM-നെ സംബന്ധിച്ച്. പറഞ്ഞാൽ ഇനി ലോക്കൽ സെക്രട്ടറിയും ബ്രാഞ്ച് സെക്രട്ടറിയും അവിടെ കമ്മിറ്റിയിൽ അംഗമായിരിക്കാം, ഗണപതി ക്ഷേത്രത്തിൽ അംഗമായിരിക്കും. അപ്പോൾ ഇതെന്താണ് ജനങ്ങളോട് പറയുന്നത്? എന്താണ് പാർട്ടിയുടെ നിലപാട്? പാർട്ടിയുടെ തത്വാധിഷ്ഠിത നിലപാട് എന്താണ്? ആശയം എന്താണ്? ആദർശം എന്താണ്? മാർക്സ് എവിടെ നിൽക്കുന്നു? ലെനിൻ എവിടെ നിൽക്കുന്നു? ഏംഗൽസ് എവിടെ നിൽക്കുന്നു? മാവോ എവിടെ നിൽക്കുന്നു? ഇവരൊക്കെ പോയോ? അല്ല, ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് ആശയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. ഇപ്പോൾ അതൊരു വലതുപക്ഷമായി മാറിയിട്ടുണ്ട്. വലതുപക്ഷമാണെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാം. ഇപ്പോൾ ഏത് പക്ഷമെന്ന് അറിയില്ല. എന്നെ പോലുള്ളവരുടെ നിരീക്ഷണം അതാണ്. എന്താണെന്ന് കറക്റ്റ് ഒരു ക്ലാരിറ്റി ഇല്ലെന്നേ. വലതുപക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ വേറെ ഒരു രൂപത്തിൽ പോകുന്നതാണ്, അവർക്ക് വേറെ ക്ലാരിറ്റി ഉണ്ട്. ഇത് ക്ലാരിറ്റി ഇല്ല. ക്ലാരിറ്റി ഇല്ലാതെ വരുമ്പോഴാണ് എന്താണ് ഒരു ക്രിസ്റ്റൽ ക്ലിയർ വേണ്ടേ?
നമ്മൾ നിൽക്കുന്ന എവിടെ നിൽക്കണം, നമ്മുടെ തത്വശാസ്ത്രം എന്താണ്, നമ്മുടെ കയ്യിലുള്ള ആശയം എന്താണ്, അത് വിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? നമ്മൾ ഉത്സവ പറമ്പിൽ ചിലപ്പോൾ നമ്മൾ കൊണ്ടുപോയ പ്രോഡക്റ്റ് വിൽക്കാൻ പറ്റിയില്ല, നമ്മളെന്ത് ചെയ്യും? അത് പൂട്ടി വെച്ചിട്ട് അവിടെ കാണുന്ന സാധനങ്ങൾ വാങ്ങിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വിറ്റിട്ട് പോകും. അതങ്ങനെ ശരിയാവുന്നത്. നമ്മുടെ യുണീക്കാണ്. ലോകത്തിൽ 10-25 രാജ്യങ്ങളിലുണ്ട്, ഞങ്ങളാണ് ഏറ്റവും പ്രഗത്ഭർ, ഇത് മാർക്സിസം ലെനിനിസമാണ്, ചൈനയിലുണ്ട്, റഷ്യയിൽ, പഴയ റഷ്യയിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്, ഉത്തര കൊറിയയിലുണ്ടെന്നൊക്കെ പറഞ്ഞ് എല്ലായിടത്തും ഉണ്ടെന്ന് അഭിമാനിക്കുകയല്ലേ. അപ്പോൾ ആ തത്വം പറയണ്ടേ നമ്മൾ ജനങ്ങളോട്? തത്വമല്ലേ പറയേണ്ടത്? തത്വം പറയുന്നതിന് പകരം തത്വം പറഞ്ഞാൽ ആൾ വരില്ല എന്ന് വിചാരിച്ച ആളുകൾ പാർട്ടിക്കുള്ളിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞു. കാരണം ന്യൂനപക്ഷ സമുദായത്തെ പിന്തുണയ്ക്കുന്നതായി ഭൂരിപക്ഷ സമുദായത്തിന് ഒരു തോന്നൽ വന്നതുകൊണ്ടായിരിക്കും ഈ പ്രശ്നങ്ങൾ. അതുകൊണ്ട് ന്യൂനപക്ഷ സമുദായത്തെ പിന്തുണയ്ക്കുന്നു, പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായം എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അങ്ങനെ പരിഗണിപ്പിക്കുന്നില്ല. മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ആളുകളുടെ വോട്ട് കിട്ടാൻ വേണ്ടി ഈ CAA ഒക്കെ വന്നല്ലോ, മറ്റേ പൗരത്വ നിയമമൊക്കെ വന്നപ്പോൾ എങ്ങനെയെങ്കിലും കുറച്ച് വോട്ട് കിട്ടുള്ളൂ എന്നൊക്കെ ചോദിച്ച് ചില പരിപാടികൾ നടത്താൻ നോക്കി. പക്ഷേ അതൊക്കെ പൊളിഞ്ഞുപോയി, പപ്പടം പോലെ പൊളിഞ്ഞുപോയി. കാരണം 19 സീറ്റും ആര് പിടിച്ചു? വീണ്ടും കോൺഗ്രസ് തന്നെ പിടിച്ചില്ലേ? അപ്പം പിടിച്ചത് കൊണ്ട് അത് നടന്നില്ല. ഒരു സീറ്റ് ഒഴിച്ച് ബാക്കി 19 കോൺഗ്രസ് പിടിച്ചല്ലോ. അത് ഇപ്പോൾ വരുമ്പോൾ 18 ഒരു സീറ്റ് BJP നേടി, ഒരു സീറ്റ് അതെ 18 എന്നാലും 18 ഞാൻ പറഞ്ഞ CPM കിട്ടില്ലല്ലോ, 19 BJP കോൺഗ്രസുമായിട്ട് പിടിച്ചല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ഇതിനേക്ക് ഈ പുതിയ പുതിയ ഒരു രീതിയിലേക്ക് പോവുകയാണ്. പക്ഷേ അത് ആശയപരമായി പാർട്ടിക്ക് വലിയ ഒരു വെല്ലുവിളിയാണ് നേരിടാൻ പോകുന്നത്. അല്ല, പാർട്ടി ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോഴും ഈ പല പാർട്ടി ശക്തി കേന്ദ്രങ്ങളിലേക്കും BJP വലിയ രീതിയിൽ കടന്നു കയറിയിട്ടുണ്ടല്ലോ. കണ്ണൂരിലടക്കം അവർ കടന്നു കയറുന്നുണ്ടല്ലോ. അതല്ലേ പറഞ്ഞ മാർസ് ഇന്ത്യയിൽ. അതിനുള്ള കാരണം എന്തായിരിക്കും? ആ കാരണം ഇതൊക്കെയല്ലേ കാരണങ്ങൾ. കാരണം ജനങ്ങളെ ഏത് തത്വശാസ്ത്രം പറഞ്ഞിട്ടാണ് ജനങ്ങളെ സത്യമല്ലാത്ത ഏത് തത്വശാസ്ത്രത്തിനാണ് അധികം ആയുസുള്ളത്? ഒരിടത്തും ആയുസില്ല. ഇല്ല, അതൊരു കാലഘട്ടം നിൽക്കും. ആ കാലഘട്ടം കഴിയുമ്പോൾ അതങ്ങ് പോകും. ഇപ്പോൾ സനാതനധർമ്മം 2000, 5000, 10000 വർഷമായിട്ട് നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അതിനകത്തൊരു ജനാധിപത്യം, ഒരു സത്യം, ഒരു ധർമ്മം, ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത്. അല്ലാത്ത നിലനിൽക്കത്തില്ല. കുറച്ചു കാലം കാണും. ഇപ്പോൾ സോവിയറ്റ് റഷ്യയിൽ കുറച്ചു കാലം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ചൈനയിലൊക്കെ ഇരിക്കുന്ന അങ്ങനെ അടിച്ചമർത്തി അവർ പട്ടാള ഭരണം പോലെ കൊണ്ടുപോകുന്നതുകൊണ്ട് കാണും. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരാണെങ്കിൽ അവർ പട്ടാള ഭരണമാണ് അവിടെ, അതുപോലെയാണ് കൊണ്ടുപോകണം. അതുകൊണ്ട് ജനാധിപത്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. അല്ലാതെ ജനാധിപത്യപരമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ജനങ്ങളെ എന്നും ഇങ്ങനെ കൂടെ നിർത്താൻ പറ്റും. അവർക്ക് ചിന്താശക്തി ഉള്ളവരാണ്. ഇപ്പോൾ ബംഗാളിൽ എവിടെയാണ്, ത്രിപുരയിൽ എവിടെയാണ്? ജനങ്ങൾ ചിന്തിക്കും. അവരവർക്ക് ഇഷ്ടമുള്ള പാർട്ടിയിൽ പോകും. ഞാൻ BJP പോണതിനെ സ്വാഗതം ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിന് അങ്ങനെ പറയുന്ന ആളല്ല. ഇഷ്ടമുള്ള പാർട്ടിയിൽ പോയവർക്ക് കുറച്ച് പേർ കോൺഗ്രസിൽ പോകും, കുറച്ച് കോൺഗ്രസിനല്ലേ അവർ വോട്ട് ചെയ്ത്. ഈ പറയുമ്പോഴും കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിന് അവർ കോൺഗ്രസിനല്ലേ വോട്ട് ചെയ്ത്. അത് ഈ ജനങ്ങൾ എത്രത്തോളം അംഗീകരിക്കും? കാരണം ഒരു വശത്ത് ഇപ്പോൾ ഗണപതിയെ എതിർക്കുന്നു, ഇപ്പോൾ ഏറ്റവും അവസാനം കുംഭമേള എതിർക്കുന്നു, സനാതന ധർമ്മത്തെ എതിർക്കുന്നു. അപ്പോൾ ഇങ്ങനെ എല്ലാം എതിർത്തുകൊണ്ട് ഈ അണികൾ പോയി കമ്മിറ്റിയിൽ ചേരാങ്ക് അതല്ലേ പറഞ്ഞ ഒരു കൺഫ്യൂഷനാണെന്ന് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞില്ലേ, വായിൽ വരുന്ന കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ, ഒരു സ്ലോഗൻ അതല്ലേ? ഒരു ക്ലാരിറ്റി ഇല്ലെന്നേ, നിലപാടില്ലാതെ വരുമ്പോൾ ഇഷ്ടമുള്ള ചെയ്യാൻ പറയും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ പോവുകയാണ് പാർട്ടി. അത് നല്ല തീരുമാനമാണ്. അങ്ങനെ ഒരു തീരുമാനം BJP എതിർക്കുന്നത് എങ്ങനെയാണ്? BJP എതിർക്കണം, തീർച്ചയായിട്ടും എതിർക്കണം. മാർക്സിസ്റ്റ് പാർട്ടി കോൺഗ്രസിനെ എതിർക്കണം, മാർക്സിസ്റ്റ് പാർട്ടി തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും. അതിനുള്ള രാഷ്ട്രീയം. അപ്പോൾ എതിർക്കുന്നത് എങ്ങനെയാണ്? BJPയുടെ തത്വങ്ങളെ തെറ്റാണെന്ന് പ്രചരിപ്പിച്ചുകൊണ്ടല്ലേ. ഇനി ആ തത്വങ്ങളൂടെ ഇനി തരിയെന്ന് പറഞ്ഞാണ് ഹിന്ദുത്വം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ അമ്പലം എന്നൊക്കെ പറയുന്ന ഹിന്ദു വിശ്വാസികൾ കൊണ്ട് കിടക്കുന്നതല്ലേ. അത് പിടിച്ചു വാങ്ങിയിട്ടാണോ? ഇനി എന്താ സംഭവിക്കുക? അപ്പോൾ മാർക്സിസം എവിടെ? ലെനിനിസം എവിടെ? മാവോയിസം എവിടെ? ഈ തത്വശാസ്ത്രങ്ങൾക്കുള്ള ഭൗതികവാദം എവിടെ? ഇതൊക്കെ എവിടെയാണ് കേരളത്തിൽ, ഭാരതത്തിൽ? പിന്നെ അമ്പല കമ്മിറ്റിക്കാരിട്ട് എന്താ സംഭവിക്കുക? ഉത്സവം നടത്താതിരിക്കാൻ പറ്റൂ? അവിടെ അന്ധവിശ്വാസമാണെന്നല്ലേ ഇതുവരെ പഠിച്ചു വച്ചിരിക്കുന്നത്. ചെയ്യാതിരിക്കാൻ പറ്റൂ? അപ്പോൾ നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയമാണെന്ന് പറയണം, അവസരവാദ രാഷ്ട്രീയമാണെന്ന് പറയണം, തത്വാധിഷ്ഠിത രാഷ്ട്രീയ നിലപാടെന്ന് പറയരുത്. അതിൻ്റെ കാലം കഴിഞ്ഞു എന്ന് പറയണം. അങ്ങനെയാണ് പറയേണ്ടത്. തത്വാധിഷ്ഠിതമായ, ആദർശാധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയത്തിൻ്റെ കാലം കഴിഞ്ഞു. അവസരത്തിനനുസരിച്ച് തീരുമാനമെടുത്തുകൊണ്ട് സാഹചര്യത്തിനനുസരിച്ച് ജനങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതോടൊപ്പം നിന്ന് പോകുന്ന ഒരു പാർട്ടിയായി നമ്മൾ മാറുന്നു എന്ന് പറയുമ്പം പിന്നെ ഈ പാർട്ടിയുടെ പേരിൽ ഇത് വയ്ക്കുന്ന പോലും അർത്ഥമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇന്ത്യ മാർക്സിസ്റ്റ് എന്നൊക്കെ വയ്ക്കുന്നതിൽ പോലും വല്ല അർത്ഥമുണ്ട്? വല്ല ജനാധിപത്യ, മതേതര, സോഷ്യലിസ്റ്റ് പാർട്ടി എന്നൊക്കെ വയ്ക്കുന്നതല്ലേ നല്ലത്? അപ്പോൾ എല്ലാവരും ഉൾക്കൊള്ളാമല്ലോ, വിശ്വാസികളെയും എല്ലാവരും ഉൾക്കൊള്ളാമല്ലോ. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും. കാറൽ മാർക്സിനെ പറ്റിപ്പോൾ ഏറ്റവും വലിയൊരു അബദ്ധം, അദ്ദേഹം ഇന്ത്യ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ആത്മീയത അദ്ദേഹം
പഠിച്ചിട്ടില്ല ഈ പുസ്തകം എഴുതുമ്പോൾ. അതും കൂടി പഠിക്കണമായിരുന്നു. കുറച്ചും ഇന്ത്യയിലും കൂടെ വന്നിട്ട് പോയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് ദിവസം ഇന്ത്യയുടെ ആത്മീയതയും കൂടെ പഠിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ മാർക്സ് ഇങ്ങനത്തെ തത്വശാസ്ത്രം ആയിരിക്കത്തില്ല, വേറെ തത്വശാസ്ത്രം എഴുതുമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും CPM-നെ സംബന്ധിച്ചിടത്തോളം അവരെ പോളിറ്റ് ബ്യൂറോ തീരുമാനിക്കുക, എന്ത് തീരുമാനിക്കാം, അവർക്ക് അതിനകത്ത് തർക്കമൊന്നുമില്ല. അമ്പല കമ്മിറ്റി കയറാം, അമ്പല കമ്മിറ്റി പിടിച്ചെടുക്കാം, അതിൻ്റെ കമ്മിറ്റിയിൽ വരാം, എല്ലാം തീരുമാനിക്കാം. പക്ഷെ അങ്ങനെയൊക്കെ തീരുമാനിക്കുമ്പോൾ ആ അന്തസത്ത ചോർന്ന് പോകുന്നുണ്ടോ എന്നുള്ളൊരു വലിയ വിഷയമുണ്ട്. അത് അവരുടെ ആഭ്യന്തര കാര്യമായതുകൊണ്ട് നമുക്ക് ആശങ്കയില്ല. പക്ഷേ പൊതുജനങ്ങളെയും കൂടെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ടാണ് നമ്മൾ ചർച്ചയ്ക്ക് വയ്ക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് പാർട്ടിയുടെ വൈരുദ്ധ്യാത്മക ഭൗതികവാദി ചിന്തയിൽ നിന്ന് മാറി വിശ്വാസത്തിൻ്റെ ചിന്തയിലേക്ക് വരുന്ന, സനാതനത്തെ തെറി പറഞ്ഞു, ഗണപതിയെ തെറി പറഞ്ഞു, മിത്താണെന്ന് പറഞ്ഞു, കുംഭമേളയെ തെറി പറഞ്ഞു, സകലതിന് ഹിന്ദുക്കളുടെ തെറി പറഞ്ഞു, ഹിന്ദു എന്ന പദത്തിനെ പോലും അധിക്ഷേപിച്ച് എല്ലാത്തിനും തെറി പറയുകയും എന്നാൽ ഉത്സവ കമ്മിറ്റികളിൽ പങ്കെടുക്കണമെന്ന് നിർദ്ദേശം കൊടുക്കുകയും ചെയ്യുന്നത് എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല.